ഇന്ന് ഞാനൊരു നെത്തോലി വറുക്കാൻ പോവാണ്. നെത്തോലി അര കിലോ, 2 സ്പൂണ് മുളക് പൊടി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഒരു അര സ്പൂണ് കുരുമുളക് പൊടി, ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്, നമ്മൾ ഗരം മസാലയാണ് അര സ്പൂണ്. ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ വറുക്കാൻ പോവാണ്. പുരട്ടി ഒരു അരമണിക്കൂർ വയ്ക്കുക. നമ്മൾ അരമണിക്കൂർ വെച്ചിട്ട് പിന്നെ വറുക്കാം. അരമണിക്കൂർ നമുക്ക് അടച്ച് വെച്ച് വറുത്ത് കോരാൻ പോവാണ്. വറുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ആ വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ 2 കരിവേപ്പില വറുത്ത് കോരുക. പച്ചമുളക് അത് വറുത്ത് കോരുകയാണ്. കരിവേപ്പിലയും പച്ചമുളകും. പിന്നെ അതിനകത്ത് മീനിടുക. മീനിട്ടൊന്ന് നമ്മളൊന്ന് വറുത്ത് കോരുക. ഒത്തിരി മൊരിയണ്ട, ഒത്തിരി മൊരിഞ്ഞാൽ സുഖമില്ല. ഇത് വലിയ നെത്തോലിയാണ്. വറുത്ത് കോരാം. പിന്നെ തിരിച്ചിടും. അത് വലിയ നെത്തോലിയാണ്. ഇവിടെയൊക്കെ വലിയ നെത്തോലി കിട്ടും. വറുത്ത് കോരുകയാണ്. നമ്മളിത് വറുത്ത് കോരിയിട്ട് ഇത് ഇത്രയും വറുക്കാൻ മതി, ഒത്തിരി മൊരിയണ്ട. അടുത്തത് നമ്മൾ 1 സ്പൂൺ എണ്ണ കൂടെ ചേർക്കുകയാണ്. അതിലോട്ട് തേങ്ങ ഇടുകയാണ്. തേങ്ങ ഇട്ട് നമ്മൾ വറുക്കുക. ഈ വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വറ്റൽമുളക് ഇടുക. വറ്റൽമുളക് പൊടിച്ചതാണ്. നമ്മളിവിടെ പൊടിച്ച 1 സ്പൂൺ വറ്റൽമുളക് ഇടുക. ഉപ്പിടുക. ഉപ്പിടണം. ഉപ്പിട്ട് വേണം വറുക്കാൻ. 1 സ്പൂൺ ഉപ്പിട്ട് ഇച്ചിരി കുരുമുളക് പൊടി കൂടി എടുക്കാൻ. ലേശം മതി, ഒത്തിരി എരിവ് വേണ്ടല്ലോ. നമ്മളിതിട്ട് വറുക്കുക. ആ ചട്ടി തന്നെയാണ് കരിവേപ്പിലയും കൂടി ഇടുകയാണ്. എന്നിട്ട് നമ്മൾ വറുക്കുക. ഇതാണ് തേങ്ങ വറുത്തത്. ഈ പരുവത്തിന് എടുക്കണം. നമ്മൾ അതിലേക്ക് മീനിടുകയാണ്. മീനിട്ട് നമ്മൾ ഇളക്കുക. വേണം നെത്തോലി തേങ്ങ ഇട്ട് വറുക്കുന്നത്. നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്നതാണ്. റെഡിയാകുന്നുണ്ട്. ഈ പരുവത്തിനെടുത്താണ് റെഡിയായി. ആണ് നെത്തോലി വറുത്തത്. ഇതാണ് നെത്തോലി വറുത്തത്. നമ്മൾ തേങ്ങ ഇട്ട് വറുക്കുന്നതാണ്. ഇത് റെഡി ആയിട്ടുണ്ട്.
നല്ല സൂപ്പർ നെത്തോലി വറുത്തതാണ്. ഇത് നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്നതാണ്.